യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വലിയ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ മേൽ സകല അനുഗ്രഹങ്ങളും കർത്താവ് സമൃദ്ധമായിട്ട് ചൊരിയുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നമ്മൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും യേശു നമ്മുടെ ജീവൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വചനം പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഹല്ലേലൂയ. ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്ന ആ ചെറിയ ഗോതമ്പപ്പത്തിൻ്റെ ഉള്ളിൽ ജീവൻ്റെ സമൃദ്ധിയുണ്ട്, ജീവിക്കുന്ന കർത്താവുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ദൈവജനത്തെ മോചിപ്പിച്ചുകൊണ്ട് കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്ര. 40 വർഷത്തോളം മരുഭൂമിയിലൂടെ ദൈവത്തിൻ്റെ ജനം കഷ്ടതയിലൂടെ, സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അവർക്ക് വിശന്നപ്പോൾ ദൈവം മന്ന പൊഴിച്ചു കൊടുത്തു. മാലാഖമാർ ഭക്ഷിക്കുന്ന അപ്പം അവർക്കായിട്ട് കൊടുക്കുകയാണ്. അവർ വയറ് നിറച്ച് മന്ന ഭക്ഷിച്ചു. അവരുടെ ആ മരുഭൂമി യാത്രയിൽ മന്ന അവർക്ക് ശരീരത്തിന് ജീവനായിട്ട് മാറുകയാണ്. എങ്കിലും അവർ മരിച്ചുപോയി. പക്ഷെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്കുള്ള ഒരു യാത്രയിലാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ടെന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സഭ തൻ്റെ ജീവൻ സ്വീകരിക്കുന്നത് ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. സഭ എന്ന് പറയുമ്പോൾ സഭയുടെ മക്കൾ ദൈവീക ജീവൻ പ്രാപിക്കുന്നത്, ദൈവീക ജീവൻ സ്വന്തമാക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ സമൃദ്ധമായിട്ട് വിശുദ്ധ കുർബാനയുടെ ദൈവമക്കളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായിട്ട് മാറണം. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളം തുടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. യേശു തൻ്റെ ജീവൻ നമുക്കായിട്ട് പങ്കുവെച്ചു നൽകുകയാണ്. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന യേശു തൻ്റെ കുരിശുമരണത്തിന് മുൻപായിട്ട് സ്ഥാപിക്കുക. ആ വിശുദ്ധ കുർബാന സ്ഥാപനം അപ്പമെടുത്തുയർത്തിക്കൊണ്ട് യേശു പറയുക, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. പാനപാത്രം ഉയർത്തിക്കൊണ്ട് പറയുന്നു, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യുക. പുതിയ ഉടമ്പടിയുടെ രക്തം. രക്തത്തിലൂടെ യേശു ഒരു പുതിയ ഉടമ്പടി നമുക്ക് വേണ്ടി നൽകുകയാണ്. രക്തത്തിൻ്റെ ഉടമ്പടി, കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ഇപ്രകാരം പറയുന്നു, അമർത്യതയുടെ ദിവ്യ ഔഷധമാണ് ദിവ്യകാരുണ്യം. നിത്യതയിലേക്കുള്ള ദിവ്യ ഔഷധമാണ്
വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം. ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ അമർത്യതയിലേക്കുള്ള യാത്രയിലാണ്. അമർത്യരായിട്ട് മാറുക. മരണമില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന്, എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് ഒരിക്കലും മരണമില്ലെന്ന് യേശു അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ, ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാവണം. ആരൊക്കെ വിശുദ്ധന്മാരായോ വിശുദ്ധകളായോ അവരൊക്കെയും ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തരായിരുന്നു. എത്രയോ വിശുദ്ധാത്മാക്കൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തന്നെ ജീവൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. 1900 ചൈനയിൽ ബോക്സർ വിപ്ലവം നടക്കുന്ന കാലഘട്ടം. സഭാവിരോധികൾ ദേവാലയങ്ങൾ കടന്ന് ആക്രമിച്ചു. പട്ടാളക്കാർ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് സക്രാരികളൊക്കെ തകർത്ത് ദിവ്യകാരുണ്യം വലിച്ചെറിഞ്ഞു. വിശ്വാസികളെ നിഷ്കരുണം വെടിവെച്ചു കൊന്നു. അങ്ങനെ ബോക്സർ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ അനേകായിരങ്ങൾ ചൈനയിൽ മരിച്ചു വീണു. ദേവാലയങ്ങളിൽ അവരുടെ ചുടുരക്തമൊഴുകി. ആ നാളുകളിൽ അവിടെ നടന്ന ഹൃദയസ്പർശിയായ ഒരു സംഭവം. ദിവ്യകാരുണ്യത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്ന 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, അവൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു. അവിടെ ഉള്ളിൽ വലിയ വേദനയായി. അവൾ രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ അവളുടെ തകർക്കപ്പെട്ട ദേവാലയത്തിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ അവൾ കാണുന്നത് തകർക്കപ്പെട്ട സക്രാരിയും ദിവ്യകാരുണ്യം 32ഓളം ദിവ്യകാരുണ്യം തിരുവോസ്തികൾ അവിടെ ചിതറിക്കിടക്കുന്നു. ആ കുട്ടിയെക്കുറിച്ച് ബിഷപ്പ് ഫുൾട്ടർ ജെർഷീൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൾ പ്രാർത്ഥിച്ച ഒരു തിരുവോസ്തി എടുത്ത് ഭക്ഷിച്ചു. എല്ലാവർക്കും ദേവാലയത്തിലേക്ക് ഭയമാണ് പോകുവാൻ. തകർന്നു കിടക്കുകയാണ്. ഇവള് രാത്രിയുടെ യാമങ്ങളിൽ ആ ദേവാലയത്തിലേക്ക് പോയി ഓരോ ദിവസവും ഓരോ തിരുവോസ്തി വീതം ഭക്ഷിച്ചു. ആരും ഇതറിയുന്നില്ല. പക്ഷേ 32ാമത്തെ ദിവസം അവസാനത്തെ തിരുവോസ്തിയും അവൾ സ്വീകരിച്ചു. അവൾ സ്വീകരിച്ചത് തറയിൽ കിടക്കുന്ന തിരുവോസ്തി അവൾ നാവ് കൊണ്ട് നക്കിയെടുത്താണ് അവൾ ഭക്ഷിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ദിവ്യകാരുണ്യത്തെ അത്രയേറെ സ്നേഹിച്ച പെൺകുട്ടി 32ാമത്തെ തിരുവോസ്തിയും സ്വീകരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇതാ പട്ടാളക്കാർ അവരെ കാണുകയാണ്. ആ നിമിഷം അവളെ വെടിവെച്ചു കൊന്നു. ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ബലിയായി തീർന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ, ദിവ്യകാരുണ്യ സ്വീകരണമെന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവൻ്റെ, ആത്മാവിൻ്റെ, മനസ്സിൻ്റെ ഭാഗമായിട്ട് ദിവ്യകാരുണ്യ ഈശോ മാറുകയാണ്. ഞാൻ സാവധാനം ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എത്രമാത്രം യോഗ്യതയിൽ സ്വീകരിക്കാമോ അത്രമാത്രം യോഗ്യതയിൽ നമ്മൾ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കണം. യേശു പറയുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 51-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു,
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കത്തില്ല. ഈ ഭൂമിയിൽ ശരീരം മരിച്ച് മണ്ണിൽ പോകും, പക്ഷെ ആത്മാവ് മരിക്കത്തില്ലെന്നാണ് യേശു പറഞ്ഞത്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് മരണമില്ല, നിത്യമായൊരു മരണമില്ല. നിത്യതയിൽ യേശുവിൻ്റെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. എന്നേക്കും അമർത്യതയിലേക്കുള്ള വിരൽ ചൂണ്ടല, നിത്യതയിലേക്കുള്ള വിരൽ ചൂണ്ടല, എന്നേക്കും ജീവിക്കും. അവസാനിക്കാത്ത ഒരു ജീവനിലേക്ക് ഞാനും നിങ്ങളും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ മാറ്റപ്പെടുകയാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.